ഫിൻലാൻഡ് ലോകത്തിലെ ഹാപ്പിയസ്റ്റ് കൺട്രി ആകാൻ തന്നെ കാരണം ഇവിടുത്തെ വർക്ക് ലൈഫ് ബാലൻസ് ആണ്. ഹാപ്പിയസ്റ്റ് കൺട്രി ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ആൾക്കാർ ചിരിച്ചോണ്ടിരിക്കുന്നവരാണോ സന്തോഷിച്ചോണ്ടിരിക്കുന്നവരാണോ നല്ല നോക്കുന്നത്. അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് നോക്കേണ്ടതായിട്ടുള്ള. അതിനകത്ത് ഏറ്റവും ഫസ്റ്റിൽ വരുന്നൊരു കാര്യമാണ് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത്. നാട്ടിലാണെങ്കിൽ നമ്മൾ തൊഴിലാളിയായിരുന്നു, ഇവിടെ ആണെങ്കിലും തൊഴിലാളിയാണ്. പക്ഷെ നമുക്ക് എന്താണ്, നമ്മൾ തൊഴിലാളിയാണെന്നൊരു ഫീല് നമുക്കില്ലാതെയാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. ഇവിടെ നമുക്കൊരു സമയമുണ്ട്, വർക്കിംഗ് ഹവേഴ്സ് ഉണ്ട്. എനിക്ക് 12 മണിക്കൂറാണ്, ഷാരിക്ക് 8 മണിക്കൂറാണ്. ഞാനാണെങ്കിൽ 12 മണിക്കൂർ 4 ദിവസം ജോലി ചെയ്യും. 4 ദിവസം ജോലി ചെയ്യുക, 6 ദിവസം അവധി എടുക്കാം. മന്ത്ലി എനിക്ക് 12 ദിവസം ജോലിക്ക് പോയാൽ മതി. വർഷത്തിൽ ഏകദേശം 145-146 ദിവസം എനിക്ക് ജോലി ചെയ്താൽ മതി. ഇന്ന് മെയ്ദിനമാണ്, മെയ്ദിനത്തിലും ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഇന്ന് ജോലി ചെയ്യുന്നവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ സാലറിയാണ്. ഇന്ന് മാത്രമല്ല സൺഡേ ദിവസങ്ങൾ, അതായത് ഞായറാഴ്ച ജോലി ചെയ്താലും ഡബിൾ സാലറിയാണ്. പിന്നെ നൈറ്റ് ഷിഫ്റ്റ് അലവൻസ്, ഈവനിങ് അലവൻസ്, അങ്ങനെ പലതരം അലവൻസ് ഉണ്ട്. എനിക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല, അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെ, ഇതൊന്നും നമ്മുടെ നാട്ടിൽ ഈ സിസ്റ്റം ഒന്നും ഇല്ല. പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് കാരണങ്ങൾ. നമ്മൾ ഗൾഫിൽ വരെ ജോലി ചെയ്തതാണ്, അവിടെ ആണെന്നുണ്ടെങ്കിൽ നാട്ടിലെക്കാട്ടിലും അപ്പുറം. അതെ, നാട്ടിലാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ബോസിന് വേണമെങ്കിൽ ചീത്ത വിളിച്ചിട്ട് നമുക്ക് പോവാം, നമുക്ക് പണിയും കളഞ്ഞിട്ട് പോവാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഗൾഫിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങി കഴിഞ്ഞാൽ കുടുങ്ങിയതാണ്. നമുക്കിങ്ങനെ അടിമപ്പണി ചെയ്യുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ആരും ഭരിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല. അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയാണ്. ഇവിടെ ആരും നമ്മളെ ഭരിക്കാറില്ല. നമുക്കും നമ്മുടെ ടീം ലീഡറുണ്ട്, പ്രൊഡക്ഷൻ മാനേജർ ഉണ്ട്, സിഇഒ ഉണ്ട്, അങ്ങനെ പല പല ആൾക്കാരുണ്ട് നമുക്ക് മുന്നിൽ. അപ്പൊ അവരൊന്നും നമ്മുടെ ഒരു കാര്യത്തിൽ ഇടപെടാറില്ല, ഒന്നിലും നിയന്ത്രിക്കാറില്ല, ഒന്നും ചോദിക്കാറില്ല. നമ്മൾ ജോലിക്ക് പോവാ, ജോലി ചെയ്യുക, തിരിച്ചു വരിക. ഇപ്പൊ നമ്മുടെ സിഇഒ ആണെന്നുണ്ടെങ്കിൽ അവരൊക്കെ വരുന്നത് തന്നെ കാണും, എന്തൊരു പൊളൈറ്റ് ആയിട്ടാണ് അവരൊക്കെ വരുന്നത്. നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കുറച്ച് പൈസ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വന്നിറങ്ങുന്നതും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എന്തൊക്കെയോ ആയിട്ടാണ്. പക്ഷെ അവരൊക്കെ വിനോദിന്റെ സിഇഒ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്കും മനസ്സിലായില്ലേ ഉയരങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരാണ്. മില്യണയർ ആണെന്നറിയോ? അവരൊക്കെ വന്ന് നമ്മളോട് സംസാരിക്കുന്ന വെച്ച് കഴിഞ്ഞാല് എത്ര ഫ്രണ്ട്ലി ആണെന്നറിയോ? നമ്മളോട് വന്ന് എല്ലാ കാര്യങ്ങളും ചോദിക്കും, ഏവരെ ചോദിക്കും, ഷാരിയെ ചോദിക്കും, പല പേഴ്സണൽ കാര്യങ്ങളും ചോദിക്കും. അവരൊന്നും ഒരിക്കലും നമ്മളൊരു ബോസ് ആണെന്ന് നമുക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അങ്ങനെ അവർ സംസാരിക്കും. വിനോദിനോട് മാത്രമല്ല, എല്ലാവരോടും. നമ്മളിപ്പോ പറയും നമ്മളെ പറ്റിയാണ്, അങ്ങനെയല്ല. ആരെ കണ്ടാലും അവരങ്ങനെ തന്നെയാണ്. അവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആരോടും അവർ അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്.